ഹലോ, ഇത് നമ്മൾ സൺഡേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ സൺഡേസിൽ ബീഫൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും, സൺഡേ എന്നല്ല പൊതുവേ ബീഫ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കറിയായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ഒന്നില്ലെങ്കിൽ കായിട്ട് വെക്കും, അല്ലെങ്കിൽ തനിച്ച് ബീഫ് കുറച്ച് ചാറാക്കിയിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ കപ്പയും ബീഫും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബീഫ് ബിരിയാണി ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണ വാങ്ങിച്ച ബിരിയാണി റൈസ്, ജീര റൈസ് കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്, ഓക്കെ എന്നാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. പിന്നെ കറിയും ചോറൊക്കെ തനിച്ച് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ജീര റൈസ് 2 കപ്പ് വെള്ളത്തിൽ കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ ചോറൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യും ഓയിലൊക്കെ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, സ്റ്റാർ, പിന്നെ കുറച്ച് ഷാജീര അതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഒരു സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് അരി റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ 1 1.5 എന്നുള്ള കണക്കിനാണ് കേട്ടോ എടുത്തത്. ഒരു 2 വിസിലൊക്കെ വിട്ടാൽ മതിയാവും. പക്ഷേ ഞാനിതിലിപ്പോൾ 1 വിസിലും കൂടെ എക്സ്ട്രാ വിട്ടിട്ടാ ഓഫാക്കാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ അടിയിൽ ഇച്ചിരി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വിസിൽ വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ അതേ വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഈ മസാലപ്പൊടി ഉണ്ടല്ലോ, ഇത് ബിരിയാണി മസാല ഞാൻ ഇപ്പോൾ പൊടിച്ചാണ് കേട്ടോ. പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. പിന്നെ ബീഫ് ഞാനത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ ഗരം മസാല എല്ലാം ഇട്ട് കുറച്ച് കാഷ്യും മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. സാധാരണ ചിക്കൻ ബിരിയാണിയും മറ്റേ മട്ടൺ ബിരിയാണിയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ബീഫ് ബിരിയാണി ഇത് ആദ്യമായിട്ട് വെക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിക്കൊരു റെസിപ്പി ചെയ്യുമല്ലോ, അതുതന്നെയാണ് കേട്ടോ ഞാനിതിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ചെറിയുള്ളി എടുത്തിട്ടിട്ടുണ്ട്, വേറെ അങ്ങനെ പ്രത്യേകം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിനയിലയും മല്ലിയിലയൊക്കെ ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാട്ടോ. ചില സമയത്ത് ഞാൻ ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. തക്കാളിയും പുതിനയിലയും മല്ലിയിലയും കൂടെ അതിന് വേറൊരു തരത്തിലുള്ള ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒന്നും കാണാനൊന്നും പറ്റില്ല, പക്ഷേങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ പൊടിച്ച മസാല ഉണ്ടല്ലോ, ബിരിയാണി മസാല, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഈ ചോറും കുറേ കറികളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്ന നേരത്ത് ബിരിയാണി ഉണ്ടാക്കിയത് കുറച്ചും കൂടെ എളുപ്പപ്പണിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അങ്ങനെ തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോ പുളിയോ എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പും പുളിയും എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ നമ്മൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആ ബീഫ് ഒന്ന് ആ മസാലയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വന്നാൽ മതി. ആ മസാല ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പൊക്കത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ച റൈസെല്ലാം ഞാനിങ്ങനെ ലെയർ ആയിട്ടൊന്നുമില്ല, കാരണം നമ്മൾ ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റ ലെയറിനുള്ളതുള്ളൂ. അപ്പോൾ അടിയിൽ തന്നെ ആ മസാല ഇട്ടിട്ട് മുകളിലോട്ടായിട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വരും കേട്ടോ. ഒരു പാലടയുടെ മിക്സും കൂടെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി അതുകൊണ്ട് പായസം ഉണ്ടാക്കി തരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ പായസം കൂടെ റെഡിയാക്കിയിട്ട് നെയ്യിൽ വറുത്തിടുകയാണ് കേട്ടോ, കശുവണ്ടിയും മുന്തിരിയും കൂടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടോടുകൂടെ തന്നെ നമുക്ക് കഴിക്കാനെടുക്കാം കേട്ടോ. ഒരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എങ്ങനത്തെ ടേസ്റ്റ്, അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നല്ലതായിരുന്നേ.